ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വാർത്ത മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ അന്തിച്ചർച്ച മിക്കവാറും എല്ലാ ചാനലുകളിലെയും അന്തിച്ചർച്ച ഈ വിഷയം തന്നെയായിരിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റി. ശബരിമലയിൽ ആചാരലംഘനം പാടില്ല, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, നിലപാട് മാറ്റി CPIM തുടങ്ങിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. സുപ്രീം കോടതിയിൽ നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് മാറ്റി പുതിയ അഫിഡവിറ്റ് നൽകും. മലക്കം മറിഞ്ഞ് സംസ്ഥാന സർക്കാർ, മലക്കം മറിഞ്ഞ് CPIM. ഇങ്ങനെ പോകുന്നു വാർത്തയുടെ തലക്കെട്ടുകളും വിശദീകരണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ. എന്നാൽ CPIM നിലപാട് മാറ്റിയോ? 2008 സർക്കാർ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ LDF സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിക്കുന്നത്. അന്നത്തെ നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി S കോമളനാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചത്. എന്താണ് അതിൽ പറയുന്നത്? അഫിഡവിറ്റിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: ശബരിമലയിൽ ആരെയും വിലക്കരുത്. എന്നാൽ വർഷങ്ങളായി ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇതേക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുക്കാൻ ഹിന്ദു മതത്തെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള പണ്ഡിതരെ ചുമതലപ്പെടുത്തണം. ഇതിനായി ഒരു കമ്മീഷനെ നിയമിക്കണം. ഇങ്ങനെയാണ് 2008 സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അന്നത്തെ സർക്കാർ എന്ന് വെച്ചാൽ VS സർക്കാർ, VS അച്യുതാനന്ദൻ സർക്കാർ, LDF സർക്കാർ പറയുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഇപ്പോൾ വരുത്തിയോ? വരുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. അന്നും ഇന്നും പറഞ്ഞത് ഒന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ. അഫിഡവിറ്റിലെ ഇംഗ്ലീഷ് വാക്യങ്ങൾ ഇങ്ങനെയാണ്: കോർട്ട് മേ ബി റിക്വസ്റ്റഡ് ടു അപ്പോയിന്റ് ആൻ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ consisting of eminent scholars with authentic knowledge in Hinduism and reputed to uncorrupt social reformers to submit suggestions, views on the issue, whether it is open to all women, irrespective of their age, to enter the temple and make worship എന്നാണ് പറയുന്നത്. അതിൻ്റെ മലയാളമാണ് ആദ്യം വായിച്ചത്. വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ശബരിമലയിൽ ആരെയും വിലക്കരുത്. എന്നാൽ വർഷങ്ങളായി ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇതേക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുക്കാൻ ഹിന്ദു മതത്തെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള പണ്ഡിതരെ ചുമതലപ്പെടുത്തണം. ഇതിനായി ഒരു കമ്മീഷനെ നിയമിക്കണം. ഇങ്ങനെയാണ് പറയുന്നത്. ഇന്നത്തെ CPIMൻ്റെയും നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ എവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്? സുപ്രീം കോടതി സ്ത്രീ പ്രവേശനം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. ആ സമയത്ത് ഉത്തരവ് വന്ന സമയത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP, RSS, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPIM അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിധിയെ സ്വാഗതം ചെയ്തതാണ്. BJPയുടെ മുഖപത്രം ജന്മഭൂമിയുടെ തലക്കെട്ട് തന്നെ വിധിയെ അനുകൂലിച്ചു കൊണ്ടുള്ളതായിരുന്നു. എല്ലാ മാധ്യമങ്ങളും വിധിയെ പുകഴ്ത്തിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു, മുഖപ്രസംഗങ്ങൾ എഴുതി. എന്നാൽ NSS നിലപാട് കടുപ്പിച്ചു. ആ നിലപാടിനൊപ്പം നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരന്നു പന്തളത്ത് NSS സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്ര. ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീജനങ്ങളെ കണ്ട് BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ മനസ്സു മാറി. ഇതാ സുവർണാവസരം കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ PS ശ്രീധരൻപിള്ളയാണ്. ഈ സുവർണാവസരം നന്നായി ഉപയോഗിക്കണം. അങ്ങനെയാണ് BJPയും കോൺഗ്രസും ഒന്നിച്ച് കൊടി പിടിക്കാതെ സമരം ചെയ്തത്. പക്ഷേ കേരളത്തിൽ സർക്കാർ LDF സർക്കാരാണ്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നു. വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലേക്ക് കയറാൻ വന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിലവിലുള്ള സർക്കാരിനുണ്ട്. അത് നിർവഹിച്ചപ്പോൾ ഇപ്പോൾ സ്ത്രീകളെ കയറ്റാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു, സർക്കാർ ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ വലിയ തോതിൽ പ്രൊപ്പഗണ്ട അഴിച്ചുവിടുകയും സർക്കാരിനെതിരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തു. വലിയ സമരങ്ങൾ നടന്നു, ഹർത്താൽ നടന്നു, KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറ് നടന്നു. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു അതിനുശേഷമുള്ള ഏറെ നാൾ കേരളത്തിൽ. പിന്നീട് സുപ്രീം കോടതി തന്നെ ഇടപെട്ട് വിധി മരവിപ്പിച്ചു, പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട കേസാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത്. അതിലേക്ക് 7 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരും മറുപടി പറയണം. അതിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല,
ഭരണഘടനാ പ്രശ്നങ്ങളെ ഉയർത്തിയാണ് വാദം തുടങ്ങിയിരിക്കുന്നത് സുപ്രീം കോടതി. അപ്പോഴേ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങി സംസ്ഥാന സർക്കാർ നിലപാട് പറയേണ്ടി വരും എന്ന്. എന്നാൽ അന്നും ഇന്നും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഒന്ന് തന്നെയാണ്. അതിൽ ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. CPIM-ന്റെ നിലപാടും ഒന്ന് തന്നെയാണ്. അതിലും ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്നാണ് ഈ അഫിഡവിറ്റ് നമ്മോട് പറയുന്നത്.